നമസ്കാരം. ഹരിതം സുന്ദരത്തിലേക്ക് സ്വാഗതം. പ്രവാസി മലയാളികളും യുവാക്കളും വനിതകളുമൊക്കെ ധാരാളം ഫാം രംഗത്തേക്ക് വരുന്ന കാലമാണിത്. എന്നാൽ അവർക്കായി നല്ല മാതൃകകൾ കേരളത്തിൽ വിരളമാണ് താനും. നല്ല ബൈക്കുകളുടെ നല്ല ഫാമും നല്ല പച്ചക്കറി വിളവുമൊക്കെ കാണാനും പഠിക്കാനുമായാൽ അത് സംരംഭകത്വ വിജയത്തിന് നൽകുന്ന സാധ്യത ചെറുതൊന്നുമല്ല. അത്തരത്തിലുള്ള ഒരു നല്ല മാതൃകയിലേക്കാണ് ഇന്ന് ഹരിതസുന്ദരം യാത്രയാകുന്നത്. കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ നടക്കലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ ഡെവലപ്മെൻറ്റ് കലാലയം പച്ചക്കറികളും പൈക്കളും മുളയും മാവും കൽപ്പവൃക്ഷവുമായി നീളുന്ന ഹരിതഭംഗി. ICD കലാലയത്തിൻ്റെ ഹരിതഭംഗി തേടി യാത്ര കാണാം. കല്ലുവാതുക്കൽ പഞ്ചായത്തിലെ നടക്കലിൽ നിന്നാണ് ഈ വിജയഗാഥ ഉയരുന്നത്. നടക്കലിൽ വിശാലമായ ഒരു കലാലയമുണ്ട്, ICD കോളേജ്. വിശാലമായ നീലാംബര പന്തലിന് താഴെ റബ്ബർ മരങ്ങൾ കുടവിരിക്കുന്ന ഭൂമികയാണിവിടം. ഭൂമിയാകെ നർത്തകിയുടെ ചേല പോലെ തട്ടുതട്ടായ പന്തലുകൾ, ഒക്കെയും റബ്ബർ മരങ്ങൾ. ഇവിടെ ഇതാ വിദ്യാഭ്യാസ രംഗത്ത് നിന്നും ഫാമിങ്ങിലേക്ക് വന്ന ഒരു ചെറുപ്പക്കാരൻ, ജയകൃഷ്ണൻ. കുഞ്ഞിലെ മനസ്സിൽ പൂവാലികളോടുണ്ടായ പ്രണയമാണ് ഫാമിംഗ് രംഗത്ത് ജയകൃഷ്ണൻ സജീവമാകാൻ കാരണം. പൈക്കളെന്നാൽ സ്വന്തം ഹൃദയം പോലെ. അവയുടെ ചിണുങ്ങലും മേനിയിളക്കവുമെല്ലാം ജയകൃഷ്ണൻ അറിയാം. പൈക്കൾക്കായി ഒന്നാം തരം ഒരു കൂടാരമൊരുക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. കെട്ടിടങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന കലാലയത്തിന്റെ ഒരു ഭാഗത്ത് ഒഴിഞ്ഞ ശാന്തമായ ഒരു കോണിൽ പൈക്കൾക്ക് കൂടാരമൊരുങ്ങി. ഒന്നിനും ഒരു കുറവുണ്ടാകരുത് എന്ന് ജയകൃഷ്ണന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടാരം ദ്വാരകാ സമാനമായി മാറി. ഒന്നും രണ്ടുമല്ല, 3 ഡസനോളമുണ്ട് പൂവാലികൾ. 150 അടി നീളത്തിലും 100 അടി വീതിയിലുമായി വിശാലമാണ് തറ. വായുപ്രവാഹം എങ്ങും തടസ്സപ്പെട്ടിട്ടില്ല. പൈക്കളുടെ കൂടാരത്തിനുമുണ്ട് ഒരു വാസ്തുശാസ്ത്രം. കാറ്റ് കടന്നുവരുന്ന വടക്കു പടിഞ്ഞാറൻ ദിശയ്ക്ക് മറവേതുമില്ല. കാറ്റ് അനായാസനെ കയറി ഒഴുകിപ്പോകുവാൻ സംവിധാനം. GI പൈപ്പുകളാൽ ഭദ്രമായി ഉയർന്നു നിൽക്കുന്ന കൂടാരത്തിന്റെ മേലാപ്പാകട്ടെ ഫൈബർ കോട്ടഡ് ടിൻ ഷീറ്റുകളാണ്. ഇരട്ടഗോപുര ശൈലിയിൽ ഒന്നാന്തരം ട്രസ് വർക്കുകൾ തീർക്കുമ്പോൾ ഉഷ്ണവായു ഉയർന്നും മേലേക്ക് പോകാൻ അവസരമുണ്ട്. ചൂടാകട്ടെ കൂടാരത്തിൽ തങ്ങി നിൽക്കുന്നതുമില്ല. നല്ല പൊക്കത്തിലാണ് മേലാപ്പ്. ആടി ഉലഞ്ഞ് തറയിൽ നിൽക്കുവാൻ പൂവാലികൾക്ക് കൂട്ട് റബ്ബർ മെത്തകളാണ്. സങ്കരയിനം പൈക്കളുടെ കുളമ്പുകൾ കേക്കിന് സമാനമായതിനാൽ കുളമ്പിന് പോറലേൽക്കാൻ പാടില്ല. കഠിനമായ തറയിലുരഞ്ഞ് പൊട്ടാൻ പാടില്ല. റബ്ബർ മെത്തയിൽ ആടി ഉലഞ്ഞ് അവരങ്ങനെ നിൽക്കും. തമ്മിൽ മുട്ടാതിരിക്കാൻ GI പൈപ്പുകളുടെ സെപ്പറേറ്ററുകളുണ്ട്. മുഖത്തോട് മുഖം അഭിമുഖമായി നിൽക്കുന്ന പൈക്കൾക്കിടയിലൂടെ ഒന്നാന്തരം നടപ്പാത, മികച്ച തീറ്റ തൊട്ടികൾ, വെള്ളം കുടിക്കുവാൻ പ്രത്യേക സംവിധാനമുണ്ട്. കുടിക്കുന്തോറും താനേ നിറയുന്ന സ്വയം നിയന്ത്രിത പാനപാത്രങ്ങൾ. ഇനിയുമുണ്ട് കാര്യങ്ങൾ. 2 ജോഡി വലിയ എക്സോസ്റ്റ് ഫാനുകൾ വന്നു. സ്വിച്ച് ഇടുന്നതോടെ ഉഷ്ണവായു മുഴുവൻ പുറത്തേക്ക് അവർ തള്ളിക്കളയും. കിടാരികൾക്കായി പ്രത്യേക സൗകര്യങ്ങളാണ് ജയകൃഷ്ണൻ തീർത്തത്. അവയ്ക്കായി പ്രധാന കൂടാരത്തിന്റെ ഒരു ഓരത്ത് കാഫ് പെന്നുകൾ തീർത്തു. പുറത്തേക്ക് തുറക്കാവുന്ന വാതിലുകളുള്ള കാറ്റും വെളിച്ചവും കടക്കുന്ന ചെറിയ മുറിയാണ് കാഫ് പെന്നുകൾ. പുതുതായി പിറക്കുന്ന ഓരോരുത്തരുടെയും ശരീരഭാരം നിശ്ചയിച്ച് അവയെ പാർപ്പിക്കണോ എന്ന് തീരുമാനിക്കും. ഉയർന്ന ശരീരഭാരമുള്ള മികച്ച കിടാങ്ങളെ മാത്രം തിരഞ്ഞെടുത്താണ് വളർത്തുന്നത്. അവയ്ക്ക് വിശ്രമിക്കാനും ചെറുരീതിയിൽ ഉലാത്തുവാനും കാഫ് പെന്നിൽ സൗകര്യമുണ്ട്. മത്സരം കൂടാതെ തീറ്റ തിന്നാൻ സൗകര്യമൊരുങ്ങും എന്നതാണ് മറ്റൊരു മേന്മ. കിടാവുകൾ വളർന്ന് കിടാരികളായാൽ അവയ്ക്ക് മറ്റൊരു സ്ഥാനത്തേക്കാണ് മാറ്റം. കൊല്ലം നഗരത്തെ പാൽ കുടിപ്പിക്കുവാൻ അക്ഷീണം യത്നിക്കുന്ന യുവാവായ ജയകൃഷ്ണൻ്റെ JK ഫാമിലാണ് ഞങ്ങളിപ്പോൾ. ജയകൃഷ്ണൻ നമ്മോട് പ്രതികരിക്കുന്നു. നമസ്കാരം ജയകൃഷ്ണൻ. നമസ്കാരം. ഈ സാധാരണ ഈ ബാങ്കിങ് രംഗത്ത് ഉള്ളൊരു കലാലയമാണ് ഇത്.
ഈ കലാലയത്തിലൊരു മറ്റ് സ്ഥലങ്ങളിൽ കാണുന്നതിന് വ്യത്യസ്തമായ വലിയൊരു ഹരിതാഭ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് നിലനിർത്താൻ വേണ്ടി എന്തൊക്കെയാണ് ജ്യേഷ്ഠൻ ചെയ്തത്? ഒന്ന് പച്ചപ്പിനോടുള്ള താല്പര്യം. ഞങ്ങൾക്കിവിടെ ഒരു നല്ലൊരു ആർമി ഓഫ് ആൾക്കാരുണ്ട്. അത് പച്ച സൂക്ഷിക്കാനായി. ഞങ്ങളുടെ ക്യാമ്പസ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എല്ലാവിധ മാവിനങ്ങളുണ്ട്, 100-110 തെങ്ങുകളുണ്ട്, എല്ലാവിധ നാട്ടുമ്പുറത്തുള്ള എല്ലാവിധ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. പ്ലാവുണ്ട്, സകല കാര്യങ്ങളുണ്ട്, അത്തിയുണ്ട്, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നട്ടിട്ടുണ്ട്. ഇത് പഠനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. ഗ്രീനറി എന്ന ഒരു തിരിച്ചറിവാണ്. ഞാൻ പഠിച്ച ക്യാമ്പസും തീർത്തും ഹരിതാഭമായിരുന്നു. ഞാൻ കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ ഞങ്ങളുടെ ക്യാമ്പസ് 110 ഏക്കർ ഹരിതാഭമായ ക്യാമ്പസാണ്. അപ്പോൾ അത് റെപ്ലിക്കേറ്റ് ചെയ്യുക എന്ന ഒരു ചിന്താഗതിയിൽ നിന്നാണ് ഈ ഗ്രീനറി സൂക്ഷിക്കാനുള്ള പ്രചോദനം ഉണ്ടായത്. എങ്കിലും ഇതിലൊരു വിചിത്രമായൊരു യാഥാർത്ഥ്യം നമ്മൾ കാണുന്നുണ്ട്. അത് IIMൽ ആ രംഗത്ത് നിന്ന് വന്ന ഒരാൾ ഏതാണ്ട് 30ഓളം പൂവാലികളുമായ ഒരു ഫാം നടത്തുന്ന മനോഭാവത്തിലേക്ക് മാറുന്നു. എന്തായിരുന്നു അതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്? മാനേജ്മെൻറ്റ് പഠനം എന്നത് ഞാൻ എൻ്റെ പ്രൊഫഷനിൽ ഭംഗിയായി ഉപയോഗിക്കുന്നുണ്ടാകാം. പക്ഷേ ഞാൻ പ്രാഥമികമായി കാർഷിക വൃത്തിയിൽ താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ ഒന്നാമത്തെ കാരണം താല്പര്യമാണ്. 2, ഞാൻ കരുതുന്നു ശുദ്ധമായ ആഹാര സാധനങ്ങളുടെ ബിസിനസ്സാണ് ഭാവിയുടെ ബിസിനസ് എന്ന തിരിച്ചറിവ്. ഈ 2 കാര്യങ്ങളാണ് ഞാൻ ഈ മേഖലയിൽ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഇപ്പോൾ സുരക്ഷിത ഭക്ഷണം എന്ന ക്രമത്തിൽ പാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. സുരക്ഷിതമായ പാൽ നിർമ്മിക്കുവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഫാമിൽ JK ചെയ്യുന്നത്? ഒന്ന്, ഞങ്ങൾ കൊടുക്കുന്നത് പൂർണ്ണമായും ഗ്രീൻ ഫോഡറാണ് കൊടുക്കുന്നത്. യാതൊരു വിധത്തിലുള്ള കെമിക്കൽ കഴിയുന്ന ആഹാര സാധനങ്ങൾ കൊടുക്കുന്നില്ല. പെല്ലറ്റ് ഞങ്ങൾ പരിപൂർണമായും ഒഴിവാക്കി. ഏറ്റവും സമീകൃതമായ പശുക്കൾക്കുള്ള ആഹാരം സൈലേജാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ പൂർണ്ണമായും സൈലേജിലേക്ക്, ചോളം സൈലേജാക്കി മാറ്റി, എൻസൈൽ ചെയ്ത് സൈലേജിലേക്ക് മാറ്റി സൈലേജാണ് കൊടുക്കുന്നത്. 2, കറവ മുതൽ പാക്കിംഗ് വരെ കരസ്പർശമേൽക്കാതെയാണ് ഞങ്ങൾ പാൽ കൊടുക്കുന്നത്. അപ്പോൾ പൂർണ്ണമായും ഹൈജനിക്കായ ഒരു പ്രോഡക്റ്റാണ് ഞങ്ങളുടെന്ന് ഞങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയും. ഈ ഫാമിൻ്റെ ഒരു പ്രത്യേകത എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാ പൈക്കളും ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ വിഭാഗത്തിൽപ്പെട്ടാണ്. അപ്പോൾ ഈ പൈക്കളുടെ ഒരു തിരഞ്ഞെടുപ്പ്, അതായത് ഒരു ശരാശരി നല്ല കറവ കിട്ടുന്ന പശുക്കളെ മാത്രമേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയ എങ്ങനെയായിരുന്നു? ഞാൻ കഴിഞ്ഞ 15 കൊല്ലമായി പശുക്കളെ വാങ്ങിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പശുക്കളുടെ കൃഷിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏതാണ്ട് ചില ധാരണകളുണ്ട് ഒരു പശുവിനെക്കുറിച്ച്. ഇത് ഞാൻ പ്രൊഫഷണൽസുമായിട്ടുള്ള മീറ്റിങ്ങിലൂടെയും ഒക്കെ മനസ്സിലാക്കി ചെയ്തൊരു കാര്യമാണ്. ഞാൻ ഇത്തവണ പശുക്കളെ എടുത്തെല്ലാം ബാംഗ്ലൂരിൽ നിന്നാണ്. അപ്പോൾ പശുക്കളുടെ ഫീച്ചേഴ്സ് കാണുമ്പോൾ എനിക്ക് ഏതാണ്ട് അറിയാം അതിന് എത്ര ഈൽഡ് ഉണ്ടാകും എന്നെനിക്കറിയാം. പിന്നെ സെലക്ഷൻ എന്നെ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അവ രണ്ടും കൂടെ ആകുമ്പോൾ എൻ്റെ സെലക്ഷൻ ഒരിക്കലും മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഫാമായാൽ ഒന്നാം തരം പൈക്കൽ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു ജയകൃഷ്ണന്. കൂടുതൽ കാലം കറവ കിട്ടുന്നതും കൂടുതൽ പാൽ കിട്ടുന്നതുമായ പൈക്കൽ വേണം. സംശയമെന്ത്, ഹോൾസ്റ്റെയിൻ തന്നെ ഇനം. അയർലൻഡുകാരികളാണ് ഹോൾസ്റ്റെയിൻ. കറുപ്പിനഴക് വെളുപ്പിനഴക് എന്നാണ് ഹോൾസ്റ്റെയിൻ പറയാറ്. അതീവ സുന്ദരികൾ. ഒത്ത മേനിഭാരവും തിളങ്ങുന്ന കണ്ണുകളും ചെറുകൊമ്പുകളുമായി 2 ഡസനോളം വരും ഹോൾസ്റ്റെയിൻമാരുടെ നിര. വർഷത്തിൽ 305 ദിവസവും പാൽ തരുന്നവരാണ് ഹോൾസ്റ്റെയിൻ. പാൽക്കൊഴുപ്പ് അല്പം കുറയുമെങ്കിലും കറവ ദീർഘനാൾ നിൽക്കും. ഹോൾസ്റ്റെയിന് കൂട്ടായി പേരിന് ജേഴ്സി പൈക്കളെയും ജയകൃഷ്ണൻ വളർത്തുന്നുണ്ട്. കറുപ്പും ചെമ്പൻ തവിടിന്റെ നിറവും ഒക്കെയായി മിന്നി നിൽക്കുന്ന ജേഴ്സിക്ക് പാൽക്കൊഴുപ്പ് കൂടും. എന്നാൽ കറവ ദിനങ്ങൾ കുറയും. എങ്കിലും ജേഴ്സിയില്ലാത്ത ഫാം പണമില്ലാത്ത പേഴ്സ് പോലെയാണ് എന്ന് ജയകൃഷ്ണൻ അറിയാം. പാൽക്കൊഴുപ്പ് യഥേഷ്ടം നിലനിർത്തുവാൻ തീറ്റ വൈക്കോൽ തന്നെ. പ്രത്യേക ഇടത്ത് പുൽകൃഷിയുണ്ട്. CO3യും CO5ഉമൊക്കെയാണ് അവിടെ വളർത്താറ്. പുൽനാമ്പുകൾ പാൽത്തുള്ളികളാണല്ലോ. അവ ഒട്ടും നഷ്ടപ്പെടാൻ പാടില്ല. പുൽക്കടകൾ ഓരോ 42-ാം പക്കവും മുറിക്കാം. അവ നേരെ പൈത്തൊഴുത്തിലെത്തിക്കില്ല.
ചാഫ് കട്ടറിലേക്കാണ് അവ പോകുന്നത്. പുൽത്തണ്ടുകളെ തുണ്ടം തുണ്ടമായി മുറിക്കുന്ന ജോലിയാണ് ചാഫ് കട്ടറിനുള്ളത്. കെട്ടുകളായി ഉള്ളിലേക്ക് കടത്തിവിട്ടാൽ അവ തുണ്ടുകളായി പുറത്തേക്ക് തുപ്പാൻ മെഷീൻ അറിയാം. പുൽത്തണ്ടുകൾ ചെറുതുണ്ടുകളാവുന്നതോടെ പരമാവധി കഴിക്കാൻ കഴിയും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. പുല്ലും വൈക്കോലും കൂടാതെ പ്രത്യേക രീതിയിലുള്ള തീറ്റ മിശ്രിതവും JK ഫാമിലുണ്ട്. കടലപ്പിണ്ണാക്ക്, ഗോതമ്പ് തവിട്, ഉഴുന്നുതൊലി, പരുത്തിക്കുരു ഇവയൊക്കെ ചേർന്നതാണ് ആ മിശ്രിതം. എല്ലാം സ്വയം കൂട്ടുകൾ. യൂറിയ അടങ്ങിയ കാലിത്തീറ്റ സ്വയം വേണ്ടെന്ന് വെച്ചു. പാൽ സ്വന്തം കലാലയത്തിനും നാട്ടുകാർക്കുമുള്ളതാണ്. പൂർണ്ണമായും ജൈവമല്ലെങ്കിലും സുരക്ഷിതമായിരിക്കണം എന്ന നിർബന്ധമുണ്ട്. ഭൂരിഭാഗം കർഷകരും ആശ്രയിക്കുന്ന പെല്ലറ്റ്, അതായത് കാലിത്തീറ്റ ഒഴിവാക്കിയിട്ട് പ്രത്യേകതരം മിശ്രിതം ആണ് നൽകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഘടന എങ്ങനെയാണ്? പെല്ലറ്റ് ഒഴിവാക്കിയതിൻ്റെ കാരണം പൊതുവിലൊരു ചിന്താഗതി ഉള്ളത് പെല്ലറ്റിനകത്ത് യൂറിയ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കെമിക്കൽ സംഭവങ്ങൾ ആഹാര സാധനമായി കൊടുക്കേണ്ട എന്നൊരു തിരിച്ചറിവ്, അതിൽ നിന്നാണ് തീർച്ചയായിട്ടും പെല്ലറ്റ് ഒഴിവാക്കാനുള്ള കാരണം. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പരുത്തിപ്പിണ്ണാക്ക്, നവധാന്യ പൊടി, ഗോതമ്പ് തവിട്, അരിത്തവിട്, ഉഴുന്നുകുരുന്ന ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്ത്, നല്ലൊരു ന്യൂട്രിയൻ വാല്യൂ ഉള്ള പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്ത് ഞങ്ങൾ പശുക്കൾ കൊടുക്കുന്നത്. അതിൻ്റെ ഒരു പ്രയോജനം കണ്ടു തുടങ്ങി എന്ന് പറയാറായിട്ടില്ല. പക്ഷേ പാലിൻ്റെ ക്വാളിറ്റിയിൽ തീർത്തും വ്യത്യാസമുണ്ട്. പാലിൻ്റെ ക്വാളിറ്റിയിൽ നല്ല ഫാറ്റ് കണ്ടൻ്റുള്ള പാലാണ് ഞങ്ങളുടേത്. അപ്പോൾ കസ്റ്റമേഴ്സിനും പൊതുവിലത് നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്ക് തരുന്നത്. ഇപ്പോൾ സാധാരണ ഫാമുകളിൽ കറവ കഴിഞ്ഞാൽ പാല് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് വിൽപ്പനയ്ക്കായിട്ടാണ് പോകുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും അത് പാക്കറ്റ് ചെയ്ത് വളരെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കിയിട്ടാണ് മാർക്കറ്റിലെത്തിക്കുന്നത്. അതിൻ്റെ ഒരു നേട്ടം കിട്ടും. ഞാൻ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് പോയിട്ടില്ല. ഞാൻ വളരെ വ്യക്തതയോടെയാണ് ഈ മേഖലയിൽ മുന്നോട്ട് പോകുന്നത്. വരും അധികം ഇൻ ദ നിയർ ഫ്യൂച്ചർ ഇറ്റ് സെൽഫ് ഞാനൊരു 300 പശുക്കളുടെ ഒരു ഫാം ഞങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ നടപടികളിലേക്ക് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു പക്ഷേ പ്രൊഡക്ഷൻ ഒരു ലെവൽ കഴിയുമ്പോൾ ഞങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് പോകുമായിരിക്കും. പക്ഷേ ഇപ്പോൾ തീർത്തും ശുദ്ധമായ പാല് ആളുകളിലേക്ക് എത്തിക്കുക, ഉപഭോക്താക്കളിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. JK ഫാമിലെ പാലിൻ്റെ വില നിലവാരം എങ്ങനെ? ഞങ്ങൾ 1 ലിറ്റർ 44 രൂപ, 1/2 ലിറ്ററിൻ്റെ ഒരു കവർ 22 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് ഞാൻ കൊല്ലത്ത് ജനിച്ചു വളർന്ന ആളാണ്. എൻ്റെ കൊല്ലത്തെ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിനോട് ചേർന്ന് എൻ്റെ ചെറിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ വൈകുന്നേരങ്ങളിൽ ഞാൻ 1 മണിക്കൂർ 1.25 മണിക്കൂർ മാത്രമേ കട തുറന്ന് വയ്ക്കാറുള്ളൂ. അവിടെ പാല് കൊണ്ടുപോകും. ഏതാണ്ടൊരു 1.25 മണിക്കൂർ സമയത്തിനുള്ളിൽ കൊണ്ടുവയ്ക്കുന്ന പാല് മുഴുവൻ കസ്റ്റമേഴ്സ് വാങ്ങിച്ചുകൊണ്ട് പോകും. അവരും തീർത്തും സംതൃപ്തരാണെന്നാണ് എൻ്റെ വിശ്വാസം.